പ്രിലിംസ് എല്ലാം കഴിഞ്ഞ് മെയിൻസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചലഞ്ചിൽ ഒന്നാണ് കണ്ടന്റ് ബിൽഡ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത്. എവിടെ നിന്ന് പഠിക്കണം, എങ്ങനെ പഠിക്കണം. പ്രിലിംസ് കുറച്ചും കൂടെ എളുപ്പമായിരുന്നു അങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ. നമ്മളൊക്കെ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഇപ്പോൾ ഓരോ സബ്ജക്റ്റിനും റെലവൻ്റ് ആയിട്ടുള്ള കുറേ ബുക്കുകൾ നമുക്കറിയാം. പൊളിറ്റിക്കൽ ലക്ഷ്മികാന്ത്, മോഡേണിറ്റിക്ക് സ്പെക്ട്രം, ജോഗ്രഫിക്ക് NCERTs, പ്ലേസസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് അറ്റ്ലസുകൾ ഉണ്ടായിരുന്നു. പ്രിലിംസ് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമാണ്. പഠിക്കാനുള്ള സോഴ്സ് ഒരു പഞ്ഞവും ഇല്ല. കൃത്യമായിട്ട് ഇന്നത് തന്നെ വരും ഇല്ലെങ്കിൽ ഇന്നത് വരില്ല എന്ന് പറഞ്ഞ് വളരെ സ്പെസിഫിക് ആയിട്ട് ചൂസ് ചെയ്ത് പഠിക്കുന്നത് പ്രിലിംസിൽ വളരെ കുറവാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസിൽ മൊത്തത്തിൽ കവർ ചെയ്യുക എന്നൊരു അപ്രോച്ചാണ് നമ്മൾ യൂഷ്വലി ചെയ്യുന്നത്. അത് തന്നെയാണ് വേണ്ടതും. ഇപ്പം ഫോർ എക്സാമ്പിൾ പോളിറ്റി ലക്ഷ്മിയാന്ന് എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു പാർട്ട് വരാൻ സാധ്യതയില്ല എന്ന് നമ്മൾ പറഞ്ഞു വിടില്ല. ചില ഏരിയാസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. ഇപ്പോൾ പാർലമെന്റും അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറും കോൺസ്റ്റിറ്റ്യൂഷൻ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിനെ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ വായിക്കും എന്നല്ലാതെ ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു കാരണവശാലും ചോദ്യം വരില്ല എന്ന് പറഞ്ഞ് നമ്മൾ യൂഷ്വലി ഒഴിവാക്കാറില്ല പ്രിലിംസ് പഠിക്കുമ്പോൾ. അപ്പോൾ പ്രിലിംസ് അങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കണ്ടന്റ് വൈസ്, റിസോഴ്സ് വൈസ് കണ്ടെത്താൻ എളുപ്പമായിരുന്നു, മനസ്സിലാക്കാൻ എളുപ്പമായിരുന്നു എന്താണ് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളത്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പ്രിലിംസും മെയിൻസുമായിട്ടുള്ള പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രിലിംസിന് നമ്മൾ റെക്കഗ്നൈസ് ചെയ്താൽ മതി. റെക്കഗ്നൈസ് ചെയ്യുക. ക്വസ്റ്റ്യന് താഴെ ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസ് വായിച്ച് ഇതാണോ നമ്മളവിടെ വായിച്ചത് എന്ന് ചിന്തിക്കാനുള്ള ഒരു ലക്ഷറി അവിടെ ഉണ്ട്. നമ്മൾ തേടുന്ന ഉത്തരങ്ങൾ ഈ ചോദ്യങ്ങളുടെ താഴെ തന്നിട്ടുണ്ട്. അതിലേതാണ് ഉത്തരം എന്ന് നമ്മൾ റെക്കഗ്നൈസ് ചെയ്താൽ മാത്രം മതി. പക്ഷെ മെയിൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ എൻറ്റയർലി ഡിഫറെൻറ്റ് ബോൾ ഗെയിം. ഇതേ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ വാരി വലിച്ചു പഠിച്ചു കഴിഞ്ഞാൽ ആ എക്സാം ഹോളിൽ 7 മിനിറ്റിൽ നല്ലൊരു ആൻസർ എഴുതുക എന്നുള്ളത് വളരെ പാടായിരിക്കും. അപ്പോൾ പ്രിലിംസിൻ്റെ ഒരു സ്ട്രാറ്റജിയേ അല്ല നമുക്ക് മെയിൻസിന് വേണ്ടത്. എൻ്റെയിൽ ഡിഫറെൻ്റ് ആയിട്ട് വളരെ സ്പെസിഫിക് ആയിട്ട് വരാൻ സാധ്യതയുള്ള ഏരിയാസ് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് മെയിൻസിന് നമ്മൾ എടുക്കേണ്ട അപ്രോച്ച് എന്ന് പറയുന്നത്. പ്രിലിംസിനും മെയിൻസിനും ആയിട്ട് ഒരേ കാര്യം തന്നെ പഠിക്കാൻ ഒരിക്കലും വിചാരിക്കരുത്. കാരണം മെയിൻസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് വളരെ സ്പെസിഫിക് ആയിരിക്കും. ഈവൻ അനലിറ്റിക്കൽ ലെവലിലുള്ള ചോദ്യങ്ങളാണെങ്കിൽ പോലും അവിടെ നമുക്ക് ഫാക്ട്സും ഫിഗേഴ്സും വെച്ച് നമ്മുടെ ഒപ്പീനിയൻസിനെ, നമ്മുടെ പെർസെപ്ഷൻസിനെ, നമ്മുടെ പെർസ്പെക്റ്റീവ്സിനെ നമ്മൾ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ജേർണലിസ്റ്റിക് ആയിട്ട് നമ്മുടെ പെർസ്പെക്റ്റീവ്സ് നമുക്കവിടെ കൊണ്ടുവരാം. പക്ഷേ അത് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ഉപയോഗിച്ച് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്താൽ മാത്രമേ മെയിൻസിന് മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ഒരു കണ്ടന്റ് ബേസ് ബിൽഡ് ചെയ്യാം? വളരെ കുറച്ച് കണ്ടന്റ് ആയിരിക്കണം, അത് വരാൻ സാധ്യതയുള്ളതായിരിക്കണം. എക്സാം ഹോളിൽ നമുക്കത് റീകളക്ട് ചെയ്ത് പഠിക്കുന്ന ഫാക്ട്സും ഫിഗേഴ്സും നമ്മൾ നോക്കുന്ന കാര്യങ്ങളെല്ലാം മാക്സിമം ചോദ്യങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റണം. ഫീഡർ പോയിന്റ്സ് ആയിട്ടും ഇൻട്രോസ് ആയിട്ടും കൺക്ലൂഷൻസും ആയിട്ടും ഒക്കെ മാക്സിമം ചോദ്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം മെയിൻസിൻ്റെ കണ്ടന്റിനെ നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് കമ്പണൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും പ്രസൻറ്റേഷൻ ആസ്പെക്റ്റിനും കൂടെ നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വേണം മെയിൻസ് പ്രിപ്പറേഷൻ ചെയ്യാനായിട്ട്. ഇപ്പോൾ ചില ചോദ്യങ്ങൾ, ചില ഡയമെൻഷൻസ് നമുക്ക് വേണമെങ്കിൽ പടം വരച്ച് കാണിക്കാം, ചിലതിന് മാപ്പ് വരയ്ക്കാം, ചിലതിന് ഫ്ലോ ചാർട്ട് വരയ്ക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രസൻറ്റേഷൻ ആസ്പെക്റ്റിനെ കുറിച്ചുകൂടി നമ്മൾ ഈ മെയിൻസിൻ്റെ കണ്ടന്റ് ഉണ്ടാക്കുമ്പോൾ തന്നെ ചിന്തിച്ച് പോകണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ആക്ച്വൽ എക്സാമിന് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം, വളരെ സിമ്പിളായിട്ടൊരു ഉദാഹരണമേ. ജുഡീഷ്യറി എന്ന് പറയുന്നൊരു ടോപ്പിക്ക് നമ്മൾ പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നോക്കുന്നത്? ആക്ച്വലി നമ്മളെല്ലാം നോക്കും. ഇപ്പം സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, സുപ്രീം കോടതി ജഡ്ജസിനെ ആരാണ് തിരഞ്ഞെടുക്കുന്നത്, ഹൈക്കോടതി ജഡ്ജസിനെ ആരാണ് തിരഞ്ഞെടുക്കുന്നത്, എങ്ങനെയാണ് ഇംപീച്ച് ചെയ്യുന്നത്, ഓരോ കോർട്ടിൻ്റെയും, ഹൈക്കോർട്ടിൻ്റെയും സുപ്രീം കോർട്ടിൻ്റെയും ബാക്കിയുള്ള ഡിസ്ട്രിക്ട് റീജിയണൽ കോർട്സിൻ്റെയൊക്കെ ജൂറിസ്ഡിക്ഷൻ എങ്ങനെയാണ് ഉള്ളത്, ഓരോരുത്തരുടെയും ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എങ്ങനെയാണ്, അപ്പലേറ്റ് അതോറിറ്റീസ് എങ്ങനെയാണ്, റിഡ് ജൂറിസ്ഡിക്ഷൻ എങ്ങനെയാണ്, അങ്ങനെയൊക്കെ പറ്റാവുന്നത്ര ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് പഠിക്കുക എന്നുള്ള സ്ട്രാറ്റജിയാണ് നമ്മളെല്ലാവരും എടുക്കാറ്. ഇപ്പം ലക്ഷ്മികാന്തിലെ ജുഡീഷ്യറി ചാപ്റ്റർ, സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, ലോവർ കോർട്ടുകൾ അതെടുത്ത് വെച്ചിട്ട് നമ്മൾ അത് വൃത്തിയായിട്ട് മൊത്തം പഠിച്ച് പലവട്ടം വായിച്ച് എക്സാമിന് പോകാമെന്നൊരു സ്ട്രാറ്റജിയാണ് നമ്മൾ പ്രിലിംസിന് ചെയ്യുന്നത്. പക്ഷേ മെയിൻസിന് അതൊരിക്കലും വർക്കാവില്ല. മെയിൻസിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ സ്പെസിഫിക് ആയിട്ട് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ മനസ്സിലാക്കി വേണം പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പം ഏതൊക്കെ
രീതിയിലാണ് UPSC മെയിൻസിന് ക്വസ്റ്റ്യൻസ് വരുന്നത്, മെയിൻസിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഇപ്പോൾ പ്രിലിംസ് നമ്മൾ കാണാത്ത ചോദ്യങ്ങൾ പോലും വരാറുണ്ട്. പക്ഷേ മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞൊരു 12 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്തോ, എപ്പോഴും മെയിൻസിന് ചോദ്യമായിട്ട് വരുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഉത്തരം ചിലപ്പോൾ നമുക്ക് അറിയില്ലായിരിക്കും, പക്ഷെ ചോദ്യങ്ങളെന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കേട്ടിരിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത രീതിയിൽ, കേട്ടിട്ട് പോലും ഇല്ലാത്ത ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു ഡയമെൻഷൻ ചോദ്യമായിട്ട് വരുന്നത് വളരെ അപൂർവമാണ്. അത് വിരലിലുണ്ടാവുന്ന സമയങ്ങളിൽ മാത്രമേ അങ്ങനത്തെ ചോദ്യങ്ങൾ വരുന്നുള്ളൂ. അത് നമ്മൾ ഈ പറഞ്ഞ ഒപ്പിച്ച് വെച്ചാൽ മതി. കാരണം ആ ചോദ്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിരിക്കും, ആർക്കും അതിൻ്റെ അകത്തൊരു എഡ്ജ് കാണത്തില്ല. അപ്പം മെയിൻസിന് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ്. കാരണം ഒരു വർഷം നിന്നൊരു കുട്ടി ആ മെയിൻസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിൽ കേൾക്കാത്ത ടോപ്പിക്കുകൾ അതിനകത്ത് കാണത്തില്ല. ചിലപ്പോൾ ഹൊയ്സാല ആർക്കിടെക്ചർ എന്ന് പറഞ്ഞ് കൾച്ചറിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരിക്കും. ഹൊയ്സാല ഡൈനാസ്റ്റിയെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്കത് അറിയാം. ബട്ട് ആ ഡയമെൻഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയാണ് എല്ലാ ടോപ്പിക്കിൽ നിന്നും ചോദ്യം വരുന്നത്. ഇപ്പോൾ ജുഡീഷ്യറി ആണെങ്കിലും പോളിറ്റി ആയിട്ട് നോക്കിയാലും, ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ, ജോഗ്രഫി എടുത്താലും ഒക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ മാത്രമാണ് ചോദ്യമായിട്ട് വരുന്നത്. എഗെയിൻ എക്സെപ്ഷൻസ് ഉണ്ട്, അത് വളരെ 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 അപൂർവമാണ്. നമ്മൾ എക്സെപ്ഷൻസിന് വേണ്ടി അല്ല ഒരിക്കലും ട്രെയിൻ ചെയ്യുന്നത്, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എക്സെപ്ഷൻസിന് വേണ്ടിയല്ല. പക്ഷേ കിട്ടാവുന്ന ചോദ്യങ്ങൾ എന്ത് വന്നാലും കിട്ടണം എന്നൊരു ആറ്റിറ്റ്യൂഡിലായിരിക്കണം. ഇപ്പം മോഡേൺ ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ 1935 ആക്ട് അത് 2 വട്ടം ചോദിച്ചിട്ടുണ്ട്. പോളിറ്റി എടുത്തു കഴിഞ്ഞാൽ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് 2 or 3 വട്ടം ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. വേറെ ടോപ്പിക്കുകൾ ഇല്ലാത്തത് കൊണ്ടല്ല അവർ പിന്നെയും ഇത് ചോദിക്കുന്നത്. പകരം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ മാത്രമേ മെയിൻസിന് ചോദിക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷനും അങ്ങനെ തന്നെ ആയിരിക്കണം. ഇപ്പോൾ ജുഡീഷ്യറി ഞാനിപ്പോൾ പറഞ്ഞതുപോലെ പ്രിലിംസിന് നമ്മൾ വാരി വലിച്ച് ഇതെല്ലാം പഠിക്കും. പക്ഷേ മെയിൻസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയമെൻഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എവർഗ്രീൻ ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഓരോ സിലബസ് ഏരിയയിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഏതൊരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാലും, ഇപ്പോൾ ജുഡീഷ്യറി എടുത്തു കഴിഞ്ഞാലും, പാർലമെൻറ്റ് എടുത്തു കഴിഞ്ഞാലും, രാജ്യസഭ എടുത്തു കഴിഞ്ഞാലും, ഇല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് ട്രിബ്യൂണൽസ് എടുത്താലും ഒക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 3-4 ടോപ്പിക്സ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അത് വൃത്തിയായിട്ട് മൾട്ടി ഡയമെൻഷണൽ അപ്രോച്ചിൽ പഠിക്കുക. ഇതാണ് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ജുഡീഷ്യറി എടുത്തു കഴിഞ്ഞാൽ, ജുഡീഷ്യറിയുടെ ചോദിക്കാൻ സാധ്യതയുള്ള എവർഗ്രീൻ ആയിട്ട് നിൽക്കുന്ന എപ്പോഴും റെലവൻസ് ഉള്ള ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇപ്പോൾ ജുഡീഷ്യറി എടുത്തു കഴിഞ്ഞാൽ ജുഡീഷ്യൽ പെൻഡൻസിയെ പറ്റി ചോദ്യങ്ങൾ വരാം. ഒരുപാട് കേസുകൾ പെൻഡിങ് ആവുന്നുണ്ട്, അതിൻ്റെ പേരിൽ ജസ്റ്റിസ് ഡിലൈഡ് ഇസ് ജസ്റ്റിസ് ഡിനൈഡ്, അതിൻ്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ കോടതി നേരിടുന്നുണ്ട്, പലപ്പോഴും പത്രങ്ങളിൽ വാർത്ത വരുന്നുണ്ട്, അതൊരു ചോദ്യമായിട്ട് വരാം. ജുഡീഷ്യൽ ആക്ടിവിസം, നമ്മുടെ ബാലൻസ് ഓഫ് പവറിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ജുഡീഷ്യറി ലെജിസ്ലേച്ചറിലും എക്സിക്യൂട്ടീവിലും ഒക്കെ ഇടപെടാറുണ്ട്, അതൊരു ചോദ്യമായിട്ട് വരാം. ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസിനെ പറ്റി ഒരു ചോദ്യം വരാം. നമ്മുടെ കൊളീജിയം സിസ്റ്റം എപ്പോഴും കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കൊളീജിയം സിസ്റ്റം എന്ന് പറയുന്നത് വളരെ ഒപ്പേക്ക് ആയിട്ടുള്ള സെലക്ഷൻ പ്രോസസ്സാണ്. ആ കൊളീജിയം സിസ്റ്റത്തിനെ പറ്റിയും അതേപോലെ ജഡ്ജസിന്റെ സെലക്ഷൻ പ്രോസസ്സിനെ പറ്റി ഒരു ചോദ്യം വരാം. അപ്പം ഈ ടോപ്പിക്കുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ജുഡീഷ്യൽ പെൻഡൻസി, ജുഡീഷ്യൽ ആക്ടിവിസം, ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസ്, ജുഡീഷ്യൽ സെലക്ഷൻ, അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. എന്നിട്ട് മെയിൻസിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ എങ്ങനെയായിരിക്കും ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നോട്ട് ഉണ്ടാക്കാനായിട്ട്. ഇപ്പോൾ ജുഡീഷ്യൽ പെൻഡൻസിയെ പറ്റി ഒരു ചോദ്യം വരികയാണെങ്കിൽ നമ്മൾ എന്ത് ഇൻട്രോ ആയിട്ട് ആയിരിക്കും കൊണ്ടുവരിക? ജുഡീഷ്യൽ പെൻഡൻസിയുടെ ഒരു ഫാക്ച്വൽ ഡീറ്റെയിൽ, ഇത്ര കേസുകൾ പെൻഡിങ് ആണ് എന്ന് വെച്ചുകൊണ്ടൊരു ഇൻട്രോ വേണം. പിന്നെ എന്തുകൊണ്ട് പെൻഡൻസി വരുന്നു, അതിൻ്റെ ഇഷ്യൂസ് എന്തൊക്കെയാണ്, അതിൻ്റെ സൊല്യൂഷൻ എന്തൊക്കെയാണ്, റീസെൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും കമ്മിറ്റികളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ബേസ് ചെയ്തിട്ട് ഒരു കൺക്ലൂഷൻ, വാല്യൂ ലോഡഡ് ആയിട്ടുള്ള ഇൻട്രോ, വാല്യൂ ലോഡഡ് ആയിട്ടുള്ള കൺക്ലൂഷൻ, ഇൻ ബിറ്റ്വീൻ മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ്സ് വിത്ത് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. ഇങ്ങനെ മാക്സിമം ഒരു ഹാഫ് പേജ് ഇല്ലെങ്കിൽ എക്സ്ട്രീം സിറ്റുവേഷനിൽ 1 പേജ്, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ടോപ്പിക്ക് പോകാനേ പാടില്ല. നമുക്ക് വെറും 150 വാക്കാണ് 10 മാർക്കിന് ഒരു ചോദ്യത്തിനുള്ളത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഇത് എഴുതി വരുമ്പോഴേക്കും നമുക്ക് മാക്സിമം 10 മാർക്കിന് എഴുതാൻ പറ്റുന്നത് ഒരു 10-12 പോയിന്റുകളായിരിക്കും. അപ്പോൾ അതിന് വേണ്ടി മാത്രം അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പം ഇങ്ങനെ ഓരോ ടോപ്പിക്കുകളും എടുത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യും. ഇപ്പോൾ ഗവർണറിനെ എടുത്തു കഴിഞ്ഞാൽ ഗവർണറിൻ്റെ ഇത്രയും നാളത്തെ
ചോദ്യങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഇത്രയും നാളത്തെ ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് എടുത്തു കഴിഞ്ഞാലും മനസ്സിലാവുന്ന ഒന്ന്, ഗവർണറിൻ്റെ ഹൗ ഈസ് ഹി ഇമ്പോർട്ടൻറ്റ്, എങ്ങനെയാണ് ഗവർണർ ഇമ്പോർട്ടൻ്റ് ആവുന്നത്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഗവർണറിൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂസ്, ഫെഡറൽ സ്ട്രക്ചറിൻ്റെ ഭാഗമായിട്ട് ഗവർണർ നിൽക്കുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ ആ രീതിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഏരിയാസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പം സ്ട്രിക്ട്ലി ആ ഏരിയാസ് ബേസ് ചെയ്ത് തന്നെ നിങ്ങൾ കണ്ടന്റ് ഉണ്ടാക്കുക. അപ്പം ഇങ്ങനെ സ്റ്റാറ്റിക് ഏരിയാസ് പ്രിപ്പയർ ചെയ്യുന്നത് ഇറ്റ്സ് ഓൺലി ഹാഫ് ദി ജോബ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UPSC എപ്പോഴും മെയിൻസിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കറണ്ട് അഫയേഴ്സ് ഓറിയൻറ്റഡ് ആയിട്ടാണ്. ഇപ്പോൾ ജുഡീഷ്യറി തന്നെ നമ്മൾ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഏരിയാസിനെ പറ്റി പറഞ്ഞു, പെൻഡൻസി, ഇൻഡിപെൻഡൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇനി കറണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം മുൻ വർഷങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 377 സ്ക്രാപ്പ് ചെയ്ത വർഷം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കായിരുന്നു. ഫ്യൂ ഇയേഴ്സ് ബാക്ക് ജുഡീഷ്യറിയിൽ വിമൻ്റെ പ്രസൻസ് വളരെ കുറവാണെന്നും പറഞ്ഞൊരു കമ്മിറ്റി റിപ്പോർട്ട് വന്നിരുന്നു. അതിൻ്റെ പേരിൽ പുതുതായിട്ട് എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള സ്റ്റഡിങ് ഗ്രൂപ്പുകളൊക്കെ സെൻട്രൽ ഗവൺമെൻറ് ഓർഗനൈസ് ചെയ്തു. ജുഡീഷ്യറി ആ ടോപ്പിക്ക് മുൻനിർത്തി പല അഭിപ്രായങ്ങളും ഒക്കെ പറഞ്ഞ് അങ്ങനെ ഇറ്റ് വാസ് സോ മച്ച് ഡിസ്കസ്ഡ് ഇൻ ദ ന്യൂസ്. ആ വർഷം UPSC മെയിൻസിന് വിമൻ ഇൻ ജുഡീഷ്യറി എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്നാണ് ചോദ്യം വന്നത്. ഇപ്പം അണ്ടർ റെപ്രസെൻറ്റേഷൻ ഓഫ് വിമൻ ഇൻ ജുഡീഷ്യറി, അതിൻ്റെ കോൺസിക്വൻസ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഈ രീതിയിൽ ഓരോ വർഷവും കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് പ്രൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ടോപ്പിക്കുകൾ പിക്ക് ചെയ്ത് നമ്മൾ അതിനും സ്റ്റാറ്റിക് ഏരിയയിൽ ഉണ്ടാക്കിയതുപോലെ തന്നെ നോട്ടുകൾ ഉണ്ടാക്കണം. ഇപ്പം NJAC, നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ്സ് കമ്മീഷൻ, അത് സുപ്രീം കോടതി മുൻ വർഷങ്ങളിൽ ഒരു വർഷം അത് സ്ക്രാപ്പ് ചെയ്തിരുന്നു. പാർലമെൻറ്റ് അത് പ്രപ്പോസ് ചെയ്തു, പക്ഷേ അത് അവർ ജുഡീഷ്യൽ റിവ്യൂവിൻ്റെ ഭാഗമായിട്ട് നോക്കിയപ്പോഴേക്കും അത് ഇറ്റ്സ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറഞ്ഞത് അവർ സ്ക്രാപ്പ് ചെയ്തായിരുന്നു. പുട്ടുസ്വാമി ജഡ്ജ്മെൻറ്റ്, അത് ആ വെർഡിക്റ്റ് വന്ന വർഷം 2017 പുട്ടുസ്വാമി ജഡ്ജ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ചോദ്യം വന്നത്. അപ്പോൾ ഇങ്ങനെ മെയിൻസിന് തൊട്ട് മുമ്പായിട്ടുള്ള ഒരു 7-8 മാസത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് പിക്ക് ചെയ്ത് അതിലും നമ്മൾ ഇതേപോലൊരു പ്രിപ്പറേഷൻ നടത്തണം. ഇങ്ങനെയാണ് ഏറ്റവും എഫക്റ്റീവായിട്ട് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എഫിഷ്യൻ്റ് ആയിട്ട് മെയിൻസിന് വേണ്ടി നമ്മൾ നോട്ട് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ചില ഏരിയാസൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ റിലേഷൻസ്, ഫോർ എക്സാമ്പിൾ ഇൻ്റർനാഷണൽ റിലേഷൻസിൽ ഇതുവരെ ഒരു സ്റ്റാറ്റിക് ടോപ്പിക്ക് മെയിൻസ് ചോദ്യമായിട്ട് വന്നിട്ടില്ല. സ്റ്റാറ്റിക് ഏരിയയിൽ നിന്നൊരു ചോദ്യം ഇൻ്റർനാഷണൽ റിലേഷൻസിൽ ഒരിക്കലും വന്നിട്ടില്ല. എപ്പോഴും ചോദിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ള ബിലാറ്ററൽ മൾട്ടിലാറ്ററൽ ഇഷ്യൂസിൽ നിന്നാണ് എപ്പോഴും ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇതേപോലെ ഓരോ സിലബസ് ടോപ്പിക്കും പിക്ക് ചെയ്ത് മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെ നിങ്ങൾ നോട്ട് ഉണ്ടാക്കി പോകണം. പ്രിലിംസിന് പഠിച്ച കാര്യങ്ങൾ വെച്ച് തന്നെ റിവൈസ് ചെയ്ത് മെയിൻസിന് പോകാം എന്ന് ഒരിക്കലും കരുതരുത്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ലക്ഷ്മിയാന്ന് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ സിറ്റിസൺഷിപ്പ് ചാപ്റ്റർ, അതിൽ നിന്ന് ഒരിക്കലും സ്റ്റാറ്റിക് ഏരിയയിൽ നിന്നൊരു ചോദ്യം വരാൻ പോകുന്നില്ല. ഫണ്ടമെന്റൽ റൈറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ സ്റ്റാറ്റിക് ഏരിയയിൽ ചോദ്യം വരാൻ സാധ്യതയുള്ള 2-3 ഡയമെൻഷൻസ് മാത്രമേ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇങ്ങനെ വളരെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് പിക്ക് ചെയ്ത് പ്രിപ്പയർ ചെയ്താൽ മാത്രമേ മെയിൻസിന് എഫക്റ്റീവായിട്ട് ആൻസർ എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ മെയിൻസിൻ്റെ കണ്ടന്റ് പ്രിപ്പയർ ചെയ്യുന്നത് തീരുമാനിക്കാനായിട്ട്. ഒരിക്കലും പ്രിലിംസിന് ചെയ്തതുപോലെ വാരി വലിച്ച് ചെയ്യരുത്. മെയിൻസിന് നമ്മൾ മാക്സിമം ഹിറ്റ് റേറ്റ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. വരുന്ന ചോദ്യങ്ങളിലെ ഭൂരിഭാഗവും നമ്മൾ ഓൾറെഡി വെൽ പ്രിപ്പയർഡ് ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പറ്റണം. അപ്പം ഈ രീതിയിൽ ചെയ്താൽ മാത്രമേ അങ്ങനെയുള്ളൊരു ഔട്ട്കം നമുക്ക് ഉറപ്പാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ചെയ്യാം. ഓക്കെ.